58 സങ്കീർത്തനം. മനുഷ്യമക്കളെ, നിങ്ങൾ സത്യമായിട്ട് നീതി സംസാരിക്കുന്നുവോ? നേരോടെ വിധിക്കുന്നുവോ? കണ്ടാലും നിങ്ങളെല്ലാവരും ഭൂമിയിൽ വഞ്ചന സംസാരിക്കുന്നു. നിങ്ങളുടെ കൈകൾ അനീതിയിൽ പിണഞ്ഞു കിടക്കുന്നു. ദുഷ്ടന്മാർ ഉദരം മുതൽ വേർതിരിക്കപ്പെട്ടു. ജനനം മുതൽ ഭോഷ്ക് സംസാരിക്കുന്നവരായി തെറ്റിപ്പോയി. അവരുടെ കോപം അണലി സർപ്പത്തിൻ്റേതുപോലെയും ചെവി അടഞ്ഞിരിക്കുന്ന സർപ്പത്തിൻ്റേതുപോലെയുമാകുന്നു. അത് മന്ത്രവാദിയുടെയും വിഷഹാരിയുടെയും വിദ്വാന്റെയും ശബ്ദം കേൾക്കയില്ല. ദൈവം അവരുടെ വായിൽ അവരുടെ പല്ലുകൾ തകർത്ത് കളയട്ടെ. കർത്താവെ, സിംഹങ്ങളുടെ അണപ്പല്ലുകളെ പറിച്ചു കളയണമേ. ഒഴുകിപ്പോകുന്ന വെള്ളം പോലെ അവർ നിരസിക്കപ്പെടും. അവർ നിശേഷമായി പോകുന്നതുവരെ അവരുടെ നേരെ താൻ അസ്ത്രം എയ്യും. തീയുടെ മുമ്പിൽ മെഴുക് ഉരുകി വീഴുന്നത് പോലെ അവർ നശിക്കട്ടെ. അഗ്നി വീണിട്ടും അവർ കണ്ടില്ല. സൂര്യനെ അവർ ഗ്രഹിച്ചുമില്ല. അവരുടെ മുള്ളുകൾ അഗ്നിമുള്ളുകളായിരിക്കും. കോപം അവരെ ഭ്രമിപ്പിക്കും. ഈ പ്രതിക്രിയ കാണുന്ന നീതിമാൻ സന്തോഷിക്കും. അവൻ്റെ കൈകളെ ദുഷ്ടന്റെ രക്തത്തിൽ അവൻ കഴുകും. നീതിമാന് പ്രതിഫലമുണ്ടെന്നും ഭൂമിയിൽ ന്യായം നടത്തുവാൻ ദൈവമുണ്ടെന്നും മനുഷ്യൻ പറയും. കർത്താവും രക്ഷിതാവുമായ മിശിഹ, പിശാചുക്കളുടെ വഞ്ചനയിൽ നിന്നും ദുഷ്ടസൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തി രക്ഷിക്കണമേ. ആമേൻ.